ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മറൈൻ അക്വേറിയം കാണാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും നമ്മുടെ പോകുന്ന യാത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ. കുറച്ച് ദിവസം കൂടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും ഓഫായിരുന്നു. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങിയെന്ന് വെച്ചാൽ 9 മണി കഴിഞ്ഞു നമ്മൾ ഇറങ്ങിയപ്പം. അപ്പോൾ തലേദിവസം നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ പോകാമെന്ന് ഓർത്ത്. മറൈൻ അക്വേറിയമാണ്. അപ്പം എന്താ ഒരു വെറൈറ്റി ആയിരിക്കുമല്ലോ എന്നൊക്കെ ഓർത്താണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ അടുത്ത് ട്രാവലുണ്ട്. എന്താണേലും 1.25 മണിക്കൂറെങ്കിലും എടുക്കും നമ്മളവിടെ എത്തുമ്പോൾ. പിന്നെ അധികം ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ M1 കൂടെയൊക്കെയാണ് പോയത്. അത് കാരണം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ കുറേ നാൾ കൂടിയിട്ട് കുറച്ച് സൂര്യപ്രകാശമൊക്കെ കിട്ടി. സാധാരണ ഈ നൈറ്റ് ചെയ്യുന്നവർ ഡേ കിടന്ന് ഉറങ്ങുന്ന കാരണം അധികം പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലല്ലോ. അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു, അധികം തണുപ്പില്ലായിരുന്നു. സോ കുറച്ച് സൂര്യപ്രകാശമൊക്കെ കൊണ്ടുകൊണ്ടാണ് നമ്മൾ പോയത്. നല്ല രസമുണ്ടായിരുന്നു യാത്രയൊക്കെ. അപ്പോൾ ഇത് ഹള്ളെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മറൈൻ അക്വേറിയം ഉള്ളത്. അത് മെയിനായിട്ടും ഒരു കായൽ, കടൽ അങ്ങനത്തെയൊക്കെ ഒരു സ്ഥലമാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ ആയിരുന്നു. അവിടെ നിന്നാണ് ഷെഫീൽഡിലോട്ട് മൂവ് ചെയ്തത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ. അപ്പം ആ പുള്ളി ഇങ്ങനെ പറഞ്ഞു നല്ല സ്ഥലമാണ്, ഒന്ന് പോയി കാണുന്നൊക്കെ. അപ്പോൾ ഫുള്ള് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനുണ്ടോന്ന് നമുക്ക് ടൈമില്ല. ജസ്റ്റ് ഈ അക്വേറിയം പിന്നെ അതിൻ്റെ സറൗണ്ടിങ്സൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കറങ്ങാമെന്നൊക്കെ ഓർത്തു. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത് HU14DP. അതാണ് ഇതിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത്. 10 മണി തൊട്ട് ഐ തിങ്ക് ഒരു 6 മണി വരെ അല്ലെ 5 മണി വരെ ആയിരിക്കും ഇതുള്ളത്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മളെക്കാട്ടിലൊക്കെ പിള്ളേരുള്ളവർക്കായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നി. കാരണം അവിടെ കൂടുതലും കുട്ടികളെ കൊണ്ടാണ് ആൾക്കാർ വരുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ ഗെയിം കളിക്കാനും അങ്ങനെ പിന്നെ കുറച്ചുകൂടെ അവർക്ക് അവരുടെ ആ ഒരു അറിവ് വളർത്താനൊക്കെ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ അവിടെ കണ്ടു. പിന്നെ സ്കൂളിൽ നിന്നും പിള്ളേരുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും ഒരു ടീം ഓഫ് പിള്ളേർ കണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു ബേബീസിനെ കൊണ്ടും അവരുടെ പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു നല്ലൊരു സ്ഥലം. എന്താണ്, നമുക്കും ഒരു തവണ പോയി കാണാം. ഇതിനു വേണ്ടി തന്നെ പോകാൻ ഞാൻ പറയൂല. പക്ഷെ നമ്മൾ ആ ഒരു ഏരിയ പോവുകയാണെങ്കിൽ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ പെർ ഡേ ടിക്കറ്റും 21 പൗണ്ട്. അപ്പോൾ അതൊരു 1 ഇയറിലേക്ക് എടുക്കുവാണെങ്കിലും 21 പൗണ്ട് തന്നെയാണ്. സോ നമ്മളെന്തായാലും 1 ഇയറിലേക്ക് തന്നെ എടുത്തു. ഇനിയും സ്ഥലത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പോയി കയറി വിസിറ്റ് ചെയ്യാമല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ ആ ടിക്കറ്റ് തന്നെ എടുത്തു. അപ്പോൾ ഏകദേശം ഒരു 10:45-11 ആയപ്പോൾ നമ്മൾ അവിടെ എത്തി. 3-4 പൗണ്ട് അടുത്തെങ്ങാണ്ടായിരുന്നു നമ്മുടെ പാർക്കിങ്ങിൻ്റെ ഇത്. അപ്പോൾ പാർക്കിങ്ങിൻ്റെ ഫീ അടച്ചു. നമ്മളതിൻ്റെ ടിക്കറ്റൊക്കെ നമ്മുടെ കാറിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് നടന്നു. എന്താണോ കായലാണോ കടലാണോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവിടെ. എന്തോണം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി കുറേ ബ്രിഡ്ജും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് നോക്കുമായിരുന്നു. പിന്നെ വലിയ തിരക്കില്ലായിരുന്നു. അത് കാരണം നമ്മൾ അധികം ക്യൂവിലൊന്നും നിൽക്കാണ്ട് തന്നെ നമുക്ക് അകത്ത് കയറി ടിക്കറ്റ് എടുത്തു. അപ്പോൾ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഓൺലൈൻ ടിക്കറ്റ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങളവിടെ കയറി ചോദിച്ചപ്പോൾ ഇല്ല, കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ഇത് 3 ഫ്ലോറോ 4 ഫ്ലോറോ അങ്ങനെ എന്തോ ആണ് ഇത് ടോട്ടൽ വരുന്നത്. നമ്മൾ കയറിയപ്പോൾ തന്നെ നമ്മൾ ഓഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ എർത്തിനെ പറ്റിയൊക്കെ ചെറിയൊരു ഡീറ്റെയിലിങ് കാര്യങ്ങളും ഈ സ്ക്രീനിലായിരുന്നു കുറേയും കൂടി അവർ കാണിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ ദൈവം ഇത് മൊത്തം ഇങ്ങനെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണോ അല്ലാതെ റിയലായിട്ടൊന്നും ഇല്ലേന്നൊക്കെ ഞങ്ങളിങ്ങനെ ഡൗട്ട് അടിച്ചായിരുന്നു. പിന്നെ അടുത്ത ഫ്ലോറിൽ തൊട്ടായിരുന്നു ഈ അക്വേറിയം പല ടൈപ്പ് ഓഫ് ഓഷ്യൻ ആനിമൽസിനെയൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ വോൾസിലും അവരോരോ ഈ സ്കെൽട്ടനൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും റിയലായിട്ട് എനിക്ക് തോന്നിയില്ല. ചിലത് റിയലാണ്, പക്ഷേ ഫുള്ള് റിയലൊന്നും അല്ല. വോൾസിൽ ജസ്റ്റ് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടൊക്കെ അവർ ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ പിള്ളേർക്ക് ഗെയിം കളിക്കാനുള്ള ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കുമാണ് ഈ അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു നല്ലൊരു ഗ്രീൻ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതിൽ ഒത്തിരി കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ഈ വലുപ്പമുള്ള
മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്ലോസ് ആയിട്ട് ഇത് വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടും. എനിക്കൊന്ന് കുഞ്ഞുങ്ങളെ കുറേ കൂടി അട്രാക്റ്റ് ചെയ്യാനായിരിക്കും. അവരുടെ ഹൈറ്റിലൊക്കെയാണ് നമ്മളത് ഇരുന്ന് നോക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഒരു വിഷ്വൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് അതെല്ലാം കാണുമായിരുന്നു. ഇത് നമ്മുടെ ഫേസിലോട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലത്തെ ഫീലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റോളം നമ്മൾ അവിടെ ഇരുന്ന് അത് സ്പെൻഡ് ചെയ്തു, അത് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. മൈൻഡൊക്കെ ഭയങ്കര കാമാവും, അതുപോലൊരു സ്ഥലമായിരുന്നു. എന്തുകൊണ്ട് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഫ്ലോർ കണ്ടപ്പോൾ നമ്മൾ ഓർത്തായിരുന്നു അധികം നമുക്ക് കാണാൻ മാത്രം ഒന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ പിന്നെ അങ്ങോട്ട് നടന്ന് ചെല്ലുന്തോറും നല്ല ഭംഗിയുള്ള കുറേ മീനുകളെ കണ്ടു. ചെറുതും വലുതുമായിട്ടൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പല വലുപ്പത്തിലുള്ള അക്വേറിയം ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഡോൾഫിൻസ് ആയിരുന്നു. പിന്നെ ഇതൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തും തരുന്നുണ്ട് കേട്ടോ. ഈ ഡോൾഫിൻസിനെ പറ്റിയും ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നും അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്തും തരുന്നുണ്ട്. അതിൻ്റെ കളറും അതിൻ്റെ വെറൈറ്റീസും കാര്യങ്ങളും എല്ലാം അവർ എക്സ്പ്ലെയിനും ചെയ്തു തരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതവിടെ നിന്ന് കേൾക്കുകയൊക്കെ ചെയ്യാം. പാർക്കിങ് നമുക്ക് 5 hours തന്നെയാണ് ഈ 4 പൗണ്ട് നമ്മൾ എടുത്തേക്കുന്നത്. 4 3.5 പൗണ്ട് സംതിങ് ആയിരുന്നു. അപ്പോൾ 5 മണിക്കൂറുണ്ട്. 5 മണിക്കൂർ ഒരു 1.5 മണിക്കൂറൊക്കെ 1.5-2 മണിക്കൂർ വേണം നമ്മൾ ഇതിനകത്ത് വേണം സ്പെൻഡ് ചെയ്യാം. പിന്നെ ഈ ഹള്ളിനടുത്തുള്ള സ്ഥലങ്ങളിലും പോകാൻ പറ്റും. കാരണം ബാക്കി നമുക്ക് 2-3 മണിക്കൂറോടെ ഉണ്ടല്ലോ, കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഞങ്ങൾ പിന്നെ അധികം ഒത്തിരി കറങ്ങിയില്ല, വലിയ സമയം ഇല്ലായിരുന്നു. നമ്മൾ അധികം ഉറങ്ങിയിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ പോയി കിടന്ന് ഉറങ്ങുകയും കൂടി വേണം. സോ നമ്മൾ കുറച്ച് അതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ നടത്തുള്ളൂ. പിന്നെ ഭയങ്കര ഒരു അട്രാക്ഷനായിരുന്നു ഷാർക്ക്. അതും പല സൈസിലും, ഒത്തിരി വലുതും ചെറുതും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഷാർക്കിനെയൊക്കെ ഇങ്ങനെ കാണുന്നത്. പിന്നെ പല ടൈപ്പ്, എനിക്കിതിൻ്റെ ഒന്നും പേരും മര്യാദയ്ക്ക് അറിയത്തില്ല. അവർ അതെല്ലാം അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് ഷാർക്കിനെ കണ്ടപ്പോൾ ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ റൗണ്ടായിട്ടാണ്, കാരണം പല ഫ്ലോറിൽ നിന്നാലും നമുക്കിതിനെ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലൊക്കെയാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയയൊക്കെ വന്നപ്പോഴത്തേക്കിന് അത്യാവശ്യം ക്രൗഡായി തുടങ്ങിയായിരുന്നു. കുഞ്ഞു പിള്ളേരെ കൊണ്ടും അല്ലാണ്ട് സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരെ കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ക്രൗഡായി തുടങ്ങിയായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ഒരേ അക്വേറിയം തന്നെ പല ഫ്ലോറിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അത്രയും ഹൈറ്റിലൊക്കെ ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ലിഫ്റ്റ് കൂടെ നമുക്ക് ഈ അക്വേറിയം കണ്ട്, അത് ഏറ്റവും ലാസ്റ്റ് ഫ്ലോറൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് ലിഫ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ സ്റ്റെയർസും ഉണ്ട്. സ്റ്റെയർസിൽ കയറി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സ്റ്റെയർ കയറിയാണ് കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് പിന്നെ നമ്മൾ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് തിരിച്ച് എക്സിറ്റ് ആവേണ്ടത്. താഴോട്ട് വരുംതോറും ഇതാ കണ്ടോ കുഞ്ഞ്, ഞാനിതുവരെ കാണാത്ത വെറൈറ്റി കുറേ മീനുകളെ കണ്ടിരുന്നു. എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ കളേഴ്സായിരുന്നു. കാരണം ഭയങ്കര പിങ്ക് ആ ഒരു കളറൊക്കെ, പിന്നെ ഇത് കണ്ടു ബ്ലൂ യെല്ലോ ആ ഒരു കോംബോ, ഞാനതൊന്നും കണ്ടിട്ടേ ഇല്ല. അങ്ങനത്തെ ഭംഗിയുള്ള കുറേ മീനുകളുണ്ടായിരുന്നു. പിന്നെ ഇവരെ ഫീഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത് എന്താണെന്ന് മനസ്സിലായില്ല. ഈ ചെറിയ മീനുകളെ അവർ കഴിക്കുമോ അതൊന്നും അറിയത്തില്ല. പക്ഷേ ഇവരെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് അക്വേറിയത്തിനകത്ത് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഐസ് വോൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫോട്ടോ ബൂത്തായിരുന്നു. അത് 5 പൗണ്ട് എന്താണ് നമുക്ക് കയറിയിരുന്ന് ഫോട്ടോസ് എടുക്കാമായിരുന്നു. ഞങ്ങൾക്ക് മുന്നേ കുഞ്ഞു പിള്ളേരെ കൊണ്ട് എടുക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കൊതിയായി. പിന്നെ ഞങ്ങളും കയറി ഫോട്ടോസൊക്കെ എടുത്തു. അത് നല്ല ഫണ്ണായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ 5 പൗണ്ടിന് വർത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല, എന്നാലും അതൊരു ഫണ്ണായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞു, നമ്മൾ ഇറങ്ങി. അപ്പോഴത്തേക്കും എൻ്റെ ഫോൺ ഓഫായി പോയായിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴോട്ട് ലിഫ്റ്റിൽ വന്നു, എക്സിറ്റായി. പിന്നെ നമ്മൾ കാറിലിരുന്ന് കുറച്ച് നേരം ഫോണൊക്കെ ചാർജ് ചെയ്തു. ഒന്നും കൂടെ പുറത്തിറങ്ങി അതിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നടന്നു. അവിടുത്തെ ബ്രിഡ്ജിൻ്റെ ഒക്കെ അവിടെ പോയി ഒന്ന് നിന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അതുവഴിയൊക്കെ ഇങ്ങനെ നടന്നു. പാർക്കിംഗ് ഏരിയ അത്യാവശ്യം വലുതാണ് കേട്ടോ. എപ്പോൾ പോയാലും നമുക്ക് സ്പേസ് ഒക്കെ കാണും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഹള്ള് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ വരുന്നവർക്ക് വേണമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം എന്നുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്, മറൈൻ അക്വേറിയം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ദ ഡീപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളങ്ങനെ പതുക്കെ അവിടുന്ന് ഇറങ്ങി നേരെ ഷെഫീൽഡിലോട്ട് വരുവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പിന്നെ മെയിൻ M1 ഒക്കെ ആയ കാരണം അധികം തിരക്കോ
ട്രാഫിക്കോ അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ കുറച്ചൊരു ഏരിയയിൽ സ്പീഡ് ലിമിറ്റ് ഉണ്ട്, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹള്ള് നല്ലൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മൾ ഒത്തിരി അങ്ങ് സിറ്റി ഏരിയയിലോട്ടും പോയില്ല, കാരണം ഹള്ള് നമ്മൾ റീച്ചായി ഒരു 10 മിനിറ്റ് തന്നെ ഈ മറൈൻ അക്വേറിയം ഈ സ്ഥലമുണ്ട്. അത് കാരണം നമ്മൾ ഒത്തിരി അങ്ങനെ സിറ്റിക്ക് അകത്തോട്ട് പോയിട്ടില്ല. എന്നാലും കാണാനുണ്ട്, അത്യാവശ്യം കാണാനൊക്കെ ഉള്ള സ്ഥലമാണ്. യോക്ക് എന്ന് പറയുന്ന സ്ഥലവും ഇവിടെ തന്നെയാണ്. യോക്കും കാണാൻ അടിപൊളിയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി ഇപ്പം എന്തായാലും നമ്മൾ ആനുവലാണ് ടിക്കറ്റ് വന്നേക്കുന്നത്, അപ്പോൾ ഇടയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലൊന്ന് വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റും. കാരണം ഒരു ദിവസത്തേക്കും 20-21 പൗണ്ടാണ്, ഒരു ഇയറിലേക്കും അത്രയും തന്നെ. അപ്പോൾ ഇയറിലേക്ക് എടുക്കുന്നതായിരിക്കുമല്ലോ വലിയ വേറെ ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ആദ്യമൊക്കെ കുറച്ച് സ്പീഡ് ലിമിറ്റ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ കുഴപ്പമൊന്നുമില്ല, നേരെ സ്പീഡിലിങ്ങ് പോകുന്നു. ഷെഫീൽഡ് എത്താറായി. നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ, ഫുഡൊന്നുമില്ല. പിന്നെ ഈ മറൈൻ അക്വേറിയത്തിൻ്റെ ടോപ്പ് ഫ്ലോറിൽ കഫേ ഉണ്ട് കേട്ടോ. നമുക്ക് കോഫി, സ്നാക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല, നമ്മൾ ഇറങ്ങിയായിരുന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ നാൾ കൂടി വെയിൽ കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. സ്കിന്നൊക്കെ പെട്ടെന്ന് എന്തോ പോലെ ഒരു റെഡ് മാർക്കൊക്കെ വീണായിരുന്നു കയ്യിലൊക്കെ. നമ്മൾ സൺസ്ക്രീനൊന്നും എടുക്കാണ്ടാവുക, കാരണം എന്തായാലും വിൻ്റർ അല്ലേ. പിന്നെ കുറേ നാൾ കൂടിയിട്ടാണ് ഇത്രയും വെയിലൊക്കെ കൊള്ളുന്നത്. വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്താണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം കുറച്ച് വെയിലൊക്കെ കൊള്ളട്ടെ നോർത്തു. അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുക. നേരെ മൂറിലോട്ട് വിട്ടു. അപ്പം ഞാനിവിടുന്ന് സ്പൈസി ബീഫ് നൂഡിൽസ് ഇൻ സൂപ്പോ ആ സംഭവം കഴിച്ചായിരുന്നു കഴിഞ്ഞ തവണ എൻ്റെ ഫ്രണ്ടുമായിട്ട് പോയപ്പം. അപ്പം ഞാൻ ഓർത്തു ടോബിനും കൂടെ അത് മേടിച്ച് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പം നമ്മൾ ഒരെണ്ണമേ മേടിച്ചുള്ളൂ, കാരണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തന്നെ മൊത്തം കഴിക്കണ്ടേ. അപ്പോൾ മൂറിൽ ചെന്നിട്ട് അത് ഓർഡർ ചെയ്തു. ഇഷ്ടപ്പെട്ടു. ആ സൂപ്പ് അവന് കുറേയും കൂടി ഇഷ്ടപ്പെട്ടു. സോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരെണ്ണം ഷെയർ ചെയ്ത് കഴിച്ചു. നല്ല സ്പൈസി ആയിട്ടാണ് അവരുണ്ടാക്കിയത്. നമ്മൾ ഇന്ത്യൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് ഫ്ലേവറാണ് കേട്ടോ. നമ്മുടെ ബീഫ് കറിയുടെയൊക്കെ തന്നെ ഏകദേശം ഒരു ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, പിന്നെ റൂമിൽ വന്നു. അങ്ങനെയൊക്കെ പോയി ഈ ദിവസം. എന്തുകൊണ്ട് ഒരു അടിപൊളി ദിവസമായിരുന്നു. കുറേ നാൾ കൂടിയിട്ടാണ് നമ്മളൊരു സ്ഥലത്ത് പോയത്. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ട് പോകുന്നവർക്ക് എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെ മറൈൻ അക്വേറിയം. നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം, പക്ഷേ ഫ്ലാഷ് പാടില്ല, അത് ഈ മീനുകൾക്ക് ഡിസ്റ്റർബൻസ് ആകും. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ബൈ.